ഹലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഏട്ടൻ കേക്ക് വാങ്ങാൻ പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് വന്നത് ഓൾറെഡി ഓർഡർ കേൾക്കുന്നില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും അമ്മേനെ വിഷ് ചെയ്യണം, മറക്കരുത്. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര നേരം ഇരുന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും അമ്മേനെ വിഷ് ചെയ്യണം. അപ്പോൾ എന്താണ്, ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏട്ടൻ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയ്ക്കൊരു സർപ്രൈസ് ആവും ഇത്. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, എന്നാലും പ്രത്യേകത കുറച്ച് നേരം മുമ്പ് വരെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഞങ്ങൾ അമ്മനെ വിഷ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ ആക്ച്വലി മറന്നുപോയതൊന്നുമില്ല. വൈകുന്നേരം ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ജോലിക്കെല്ലാം പോയിട്ട് വന്നിട്ട് പക്ഷേ ഇതൊന്നും അറിയാതെ ഞങ്ങൾ വിഷ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് മറന്നുപോയത് പറഞ്ഞു. അപ്പൊ അതറിഞ്ഞപ്പോ ഒരേ കരച്ചിലേ. അപ്പോൾ കരച്ചിലൊക്കെ കാണാം എല്ലാവർക്കും. ഏട്ടൻ ഉണ്ട് ഇവിടെ. എല്ലാവരും ഏട്ടനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹായ് പറയും. പിന്നെ ഇത് നമ്മളുടെ നദി കേട്ടോ, നദി. പിന്നെ ഇവിടെ ഇതാ പൂജ ഇരിക്കുന്നുണ്ട്. ഹായ്, ഹാഷിയുണ്ട്, ആരുഷുണ്ട്. അപ്പോൾ അമ്മേനെ കുറിച്ച് എന്താ രണ്ടു പേർക്ക് പറയാനുള്ളത്? കുറിച്ച് എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതേപോലെയാണ് വേഗം സങ്കടം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വിഷയത്തിലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെങ്കിലും മറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരും. കാരണം സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഓർമ്മയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മനോട് എല്ലാവരും പറയുന്നത്. പക്ഷെ അമ്മ വിചാരിച്ചു ഞങ്ങൾ ശരിക്കും ഓർമ്മയില്ല എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു കേക്ക് കിട്ടുകയാണ് പ്ലാൻ ചെയ്യുന്നത്. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വേറെ വേനതുകൊണ്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയായിരുന്നു. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യണം. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നല്ല സദ്യയും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ പ്രാവശ്യം ചെറിയൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഇല്ലേ. ഇപ്പം നദിയൊക്കെ ഓടി വന്നാണ്, ഓടി പറഞ്ഞ് അങ്ങനെ ചീരി വിളിച്ചിലെത്തിയിട്ടുണ്ട്. അമ്മച്ചക്കൊക്കെ കേട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവരെല്ലാവരും എൻ്റെ 4 മക്കളുള്ളതുകൊണ്ട് ഞാൻ അമ്മച്ചിയായിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈനാണ്. എന്തൊക്കെയുണ്ട് നദി വിശേഷം? പിന്നെ ഓക്കെ ഓക്കെ, കേക്ക് 1000 പിറന്നാൾ ആശംസകൾ എൻ്റെ പുന്നാരമ്മയ്ക്ക്. അപ്പനും ഉള്ളതാ അവിടെ ഒരുക്കുന്നത്. അതിൽ ഒരുപാട് മെഴുകുതിരിയൊന്നും വേണ്ട. കാത്തി എടുത്തങ്ങ് മുറിക്കുക. ഹാപ്പി ബർത്ത്ഡേക്ക്. ഏട്ടനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ അടിക്കൂടുകളുണ്ടാവും. കേക്ക് ഹലോ. അപ്പോൾ കേക്ക് കേക്ക് മുറിക്കില്ല എന്ന് വരെ തന്നെ പറയും. എല്ലാം കാണാം അല്ലേ. ഇതാണ് കേട്ടോ ആര്യയുടെ റൂം. മെസ്സിയോ? എന്താണ് മെസ്സി? മെസ്സി അല്ലടേ, മെസ്സി അല്ല, വൃത്തികേട്. അതൊക്കെ ഇടും പോയി. അങ്ങനെ ഇതാ അമ്മേനെ അങ്ങോട്ട് പോകുന്നുണ്ട്. നടക്കടി വേഗം. പൊട്ടിക്കലിനെ തിരക്കണം ഇവിടെ. ആര്യ അങ്ങനെ കേക്കും കൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്. കേക്കും കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾക്ക് പ്ലാൻ തരാൻ വിചാരിച്ചല്ലേ? ഒന്ന് ഇല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഊതമ്മ.
തുപ്പിടെ ഊതിയതൊക്കെ എടുത്തെടുത്ത് അവളുമാരൊക്കെ വീണ്ടും വീണ്ടും വരിക ജീവനോടെ എടുത്തിട്ട് വെളിക്ക് അതാ മരിച്ചാൽ വീണ്ടും വരും നല്ല വീട് എടുത്തേ പുകയിന്റെ അമാകാരമയോ അയ്യോ അമ്മയ്ക്ക് എന്നുള്ളത് ആ കേട് അതില്ല ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു രമക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഇതാ എല്ലാ പൊട്ടത്തികളും അതാ ഒരു പീസ് കേക്ക് നഷ്ടമായി ഒരു കേക്ക് തള്ളിട്ടു ആശിതാ ഞാൻ എടുക്കാം വാ അങ്ങോട്ട് വാ എല്ലാവർക്കും കേക്ക് കൊടുക്കണം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറയോ നീ പിന്നെ ചവിട്ടി നാട്ടാക്കും ഹാപ്പി ബർത്ത്ഡേ അമ്മ സന്തോഷമായോ ഒക്കെ സർപ്രൈസ് ഒക്കെ പൊട്ടിക്കാൻ പറ്റുമോ ഇന്ന് കരഞ്ഞാലോ രാവിലെ പറഞ്ഞാ അങ്ങനെയൊക്കെ ഉണ്ടാ അയ്യേ രാവിലെ പറഞ്ഞിട്ടാണ് ഈ സർപ്രൈസ് പൊട്ടിക്കാൻ പറ്റുന്നത് ഹാപ്പി ആയോ കരയുന്നത് എന്താണ് രാമക്കുട്ടി അമ്മോ കരയണു അതാ പിടിക്ക് അയ്യേ അവിടെ എന്താ കരയണ് കരയണ്ട കേട്ടോ അമ്പലത്തിലേക്ക് പോവാ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് ഒന്നും കൂടി കേക്ക് മുറിക്കാലോ എനിക്ക് കിട്ടിയില്ല കേട്ടോ കേക്ക് എനിക്ക് കിട്ടിയില്ല കേക്ക് കഴിക്കട്ടെ എങ്ങനെ പായസം പറയാൻ പറ്റുമോ നമുക്കിന്ന് ടുഡേ സ്പെഷ്യലായിട്ട് പാലക്കാടൻ സ്പെഷ്യലാണ് എന്താണ് നല്ല പുളിച്ചാറും നല്ല കടലുപ്പേരിയും ഉണ്ട് പിന്നെ വന്നിട്ട് എന്താണ് നല്ല കൊണ്ടാട്ടമുളകും അച്ചാറൊക്കെ ഉണ്ട് എന്തായിട്ടാണ് വാവായിട്ട് അടിച്ച് കയറ്റുന്നുണ്ട് എല്ലാവരും അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് കറിയാണ് പുളിച്ചാറും നങ്കീമീനുമാണ് കോമ്പിനേഷൻ കൂടുതൽ പക്ഷേ പുളിച്ചാറും ആയി വായിക്കൂടെ വെള്ളം വരിക സാപ്പിടല്ലേ അല്ലേ അങ്ങനെ ചെയ്യാം അമ്മച്ചിരിക്കണം അവിടെ ഓക്കെ ഗായ്സ് അതിന് ഫുഡ് വേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ, അപ്പൊ പെരുന്നാളൊക്കെ ആഘോഷിച്ചു. പക്ഷെ അമ്മയ്ക്ക് സങ്കടം ഉണ്ട് കേട്ടാ. രാവിലെ മുതൽ വിഷയത്തിലാവട്ടെ സങ്കടം. സർപ്രൈസ് ആരെങ്കിലും പൊട്ടിക്കോ? പിന്നെ പൊട്ടിക്കണ്ട, രാവിലെ പറയണ്ട മക്കളെ. എന്ത് പറയും രാവിലെ? രാവിലെ ഹാപ്പി ബർത്ത്ഡേ പറയണ്ട. സർപ്രൈസ് അങ്ങനെ പറയോ? സർപ്രൈസ് അത് നിങ്ങൾ എന്തോ ചെയ്തോളൂ, അത് എനിക്കറിയണ്ട. പക്ഷെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഒരു വാക്ക് പറയണം. ജന്മനാന്നുള്ളതല്ല, 5-6 വർഷമായി ആശുപത്രി കൊണ്ടുപോകണം നോക്കണം. ജന്മനാ ഉള്ളത് അത് ആശുപത്രി പോകണം.
അപ്പോ വേറെ ഒന്നുമല്ല. അപ്പൊ ഇത് പിറന്നാളൊക്കെ നല്ലപോലെ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് മുഖത്ത് കേക്കൊക്കെ പൊറിച്ചു. കേക്കൊക്കെ പൊറിച്ചു നല്ലപോലെ ആയി. അപ്പോൾ ഞാൻ രാത്രി ചെയ്യുന്ന കുറച്ചൊരു ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. എനിക്കിത് പ്രാണമമ്മയാണ് സജഷൻ ചെയ്തത്. എനിക്ക് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ട്. ഫേസ് നല്ല ഗ്ലോയും നല്ല എന്താണ് ചിരിക്കണേ. അപ്പം നമ്മൾ ആദ്യം ഫേസിൽ ക്ലെൻസർ വെച്ച് ഫേസ് കഴുകുക. പിന്നെ അതിന് ശേഷം നമ്മൾ ടോണർ ഫോർട്ട് സൈഡ് കൊടുക്കാം. ടോണർ അപ്ലൈ ചെയ്യണം ഫേസിൽ. രാത്രി കിടക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാരണമാണ്. ഇത് പർപ്പിളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിസ്സാര പ്രൈസേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു മീറ്റർ ഉണ്ടാവും. അത് നമ്മൾ ത്രെഡ് ചെയ്തില്ലെന്ന്. ത്രെഡ് ചെയ്തപ്പോൾ ഇവിടെ എങ്ങനെ വരിക കുറച്ച് ചരിച്ചിലുണ്ട്. കണ്ണിക്കൂടെ വെള്ളം വന്നു. അത് ത്രെഡ് ചെയ്ത് തന്നെ കൊണ്ടാണ് ഇരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ക്യാമറ ചെറിയ പോകും. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഫേസ് കൊണ്ടത് സെറമാണ്. ഫേസ് സെറം അതും പിന്നെ മിനിമേഴ്സിൻ്റെയാണ് കേട്ടോ. മിനിമേഴ്സിൻ്റെയാണ്. മിനിമലിസ്റ്റ്. ഓക്കെ. അതിൻ്റെ അതിന് ശേഷം അതെ അതിന് ശേഷം അതും ഇടാം ഫേസിൽ. അത് ഫേസ് നല്ലപോലെ ഇടാം. എനിക്കിത് പ്രാണമമ്മ സജഷൻ ചെയ്താണ് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് മമ്മി. നല്ല റിസൾട്ടുള്ള കാര്യം കൊണ്ട് എൻ്റെ കുറച്ച് ടിപ്സ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഫേസിൽ അപ്ലൈ ചെയ്ത് സുഖമായി ഇങ്ങനെ കിടന്നുറങ്ങുക. ഒന്നും കൂടി ഉണ്ട്. ഇനി അടുത്ത് മോയ്സ്ചറൈസർ. ഓക്കെ, അതാണ് കേട്ടോ. അത് ഫേസിൽ മിനിമത്തിൻ്റെയാണ്. അതും അപ്ലൈ ചെയ്യുക ഫേസിൽ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സ്, കുരുവ്, പിമ്പിൾസ് അതൊന്നും ഉണ്ടാവില്ല. എൻ്റെ എത്രയോ ഭേദമായി. ബാക്കിൽ നിഴലുള്ളത് വേറെ ആരുമല്ല, നദിയാണ് കേട്ടോ. അങ്ങനെ തക്കടി വീട് ചെയ്യാനും സമ്മതിക്കില്ല. ഇങ്ങനെ വന്ന് നിൽക്കുക അങ്ങനെ. ശേഷം അതങ്ങനെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം തലയെ കെട്ടി സുഖമായി കിടന്നുറങ്ങാം. സൺസ്ക്രീൻ വേണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ലൈറ്റിൻ്റെ എന്താണ് അംശം തട്ടാൻ പാടില്ല. നമ്മൾ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ടല്ലേ കിടന്നുറങ്ങണത്. അങ്ങനെ ചെയ്യാം. എന്തിന്? പുരുഷന്മാർക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതാ ഇങ്ങനെ നല്ല ഗ്ലോ സ്കിന്നായി കിട്ടും. ഓക്കെ, ഇതാണ്. പിന്നെ നമുക്ക് സൺസ്ക്രീം അപ്ലൈ ചെയ്യാം. സൺസ്ക്രീം അപ്ലൈ ചെയ്യാം. പിന്നെ അതിന് ശേഷം ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്തിട്ട് സുഖമായി കിടന്നുറങ്ങാം. ലിപ് ബാം ചുണ്ട് ഡ്രൈ ആയിട്ടില്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നത്. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത് പർപ്പിളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ 5 സാധനവും നിങ്ങൾ തുടർച്ചയായി യൂസ് ചെയ്യണം. ഒരു 3 മാസമൊക്കെ യൂസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ എപ്പോഴും. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇതുവരെ സഹിച്ചെന്ന് എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ.